ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് നമ്മൾ ലീനക്കുട്ടീൻ്റെ തൊട്ടിൽ കെട്ടൽ ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈവൻസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കൽ മാത്രമാണ് കേട്ടോ. ബാക്കിയെല്ലാം കാറ്ററിങ്ങിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ഗ്രേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ്. അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അങ്ങനെ ക്യാരറ്റിൻ്റെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി നോക്കട്ടെ. അപ്പം ചെയറൊക്കെ സെറ്റാക്കി വെക്കലും ടേബിൾ സെറ്റാക്കി വെക്കൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു കുഞ്ഞ് പന്തലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുറ്റത്തന്നെ കുറച്ചായിട്ടുള്ള സ്പേസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ ആളൊന്നുമില്ല, കുറച്ചാളായിട്ടുള്ള ചെറിയൊരു കുഞ്ഞ് പരിപാടി ആയതുകൊണ്ട് ചെറിയ സ്പേസിൽ ഇട്ടിട്ടാണ് കേട്ടോ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറ്റത്ത് മാത്രമാണ് കേട്ടോ പന്തലിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെതാ അടിപൊളിയായിട്ടുള്ള പന്തലല്ല, നല്ല കുഞ്ഞി പന്തലാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു നെയിം ബോർഡും കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ബോർഡ് നമ്മൾ കുട്ടീൻ്റെ നെയിം ബോർഡും കൂടി സെറ്റാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പാമ്മ ഹജ്ജിന് പോകുന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആട്ടാ തൊട്ടിൽ കെട്ടൽ ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ചാൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞി തൊട്ടിൽ കെട്ടൽ ചടങ്ങാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പന്തലിടുന്നൊന്നും നമുക്ക് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. കാരണം കുറച്ച് ബിസിയിലുണ്ടാവും. അവർക്ക് പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ടേബിൾ എടുത്തേക്കുന്നത്, ചെയർ എടുത്തേക്കുന്നത്, അങ്ങനെ എല്ലാവരും ഓരോരോ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ള പുള്ളമാരെ പോലുള്ള പിള്ളേരെല്ലാം എല്ലാവരും കൂടി ഹെൽപ്പാക്കിയിട്ടാണ് ചെയറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡൊന്നും വീട്ടിൽ വെക്കാത്തതുകൊണ്ട് വലിയ പണിയും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ട് എല്ലാം പുറത്തുനിന്ന് കൊടുക്കുന്ന തന്നെ കേട്ടോ. ഫുഡ് മീൻ കറി ചോറ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ജ്യൂസിനായെങ്കിലും ആളുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ജ്യൂസിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ലൈവ് ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിച്ചണിൽ കയറി നോക്കുമ്പോൾ ഒരാളെ വന്നിട്ട് ചായ കുടിക്കുന്ന കുറേ ആൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അന്ന് മുകളിലേക്ക് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ ജ്യൂസ് ആക്കിയിട്ട് എല്ലാവരും കുറച്ചായിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാസർഗോഡിലെ തൊട്ടിൽ പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫസ്റ്റത്തല്ല സെക്കൻഡ് ബേബിയാണ്. സാജിൻ്റെ സെക്കൻഡ് ബേബീൻ്റെ തൊട്ടിൽ കെട്ടൽ ചടങ്ങാണ് കേട്ടോ. അങ്ങനെ ഓളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഓളെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഓളെ എല്ലാം സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ആൾക്കാരിൽ ഒരാളായിട്ട് ഒന്ന് എത്തിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരിലവരും ഒന്ന് വന്നുകൊണ്ടും ജ്യൂസ് കൊടുത്തോണ്ടും അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നിച്ചല്ല, കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ജ്യൂസിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ആടും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 കഴിഞ്ഞ പരിപാടി നല്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ തിരക്കിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഞങ്ങളുടെ അടുത്തൊരു പരിപാടി കാണാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് മംഗളൊന്നും നമുക്ക് തന്നെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കേട്ടോ. കാരണം ഇത് കഴിഞ്ഞ 2 പരിപാടി നമുക്ക് നേരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പരിപാടി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ജ്യൂസ് അവിടുന്ന് കുടിച്ചിട്ട് വരാത്താക്കെല്ലാം മുകളിൽ കൊണ്ടുകൊടുത്തിന് കേട്ടോ എല്ലാവർക്കും ജ്യൂസെല്ലാം. 11-12 മണീൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ മുഹൂർത്തം ഉണ്ടായിരുന്നു തൊട്ടിൽ കെടുത്തലിൻ്റെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആൾക്കാർ 11 മണി ഏകദേശം രാവിലെ 11 മണിയാകുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വെൽക്കം ചെയ്തിട്ട് എല്ലാവരും ഉള്ളിലേക്ക് എത്തിയിട്ടാണ്. പിന്നെ നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്നുള്ളത് തൊട്ടിൽ കെടുത്തിട്ട് ആട്ടലാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും മുകളിലായിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാവരും മുകളിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇത്. പിന്നെ തൊട്ടിൽ കെടുത്തിട്ട് നമ്മളെ കുഞ്ഞുമോളെ തൊട്ടിൽ കെടുത്തിട്ട് എല്ലാവരും ആട്ടുന്നതാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നുള്ളത്. നമ്മൾ കാസർഗോഡിൽ ഇതുപോലത്തെ പരിപാടിയാണ് കേട്ടോ തൊട്ടിൽ കെട്ടൽ ചടങ്ങുണ്ടായി. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പിള്ളമാരെല്ലാം റെഡിയായിട്ട് സെറ്റായിട്ട് ഇരുന്നിന് കേട്ടോ. അങ്ങനെ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ തൊട്ടിൽ കെടുത്താൻ വേണ്ടി അങ്ങ് റെഡിയായി നിൽക്കുന്നുള്ളത്. കുഞ്ഞിനും കൊണ്ടുപോയിട്ട് അവരവിടെ നിന്നതിന് ശേഷം ഞാൻ ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ട് എല്ലാവരും എത്തിയതിന് ശേഷം മാത്രമാണ് കേട്ടോ തൊട്ടിൽ കെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൊട്ടിൽ കെടുത്തിട്ട് ആട്ടാൻ വേണ്ടിയിട്ട് സാജിയും ഷിയാവും റെഡി ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ അടുത്ത പ്രത്യേക ചടങ്ങായിട്ടുള്ളത് ഗോൾഡ് ഇടൽ ചടങ്ങാണ് കേട്ടോ. കുട്ടിക്ക് തൊട്ടിൽ കെടുത്തിയതിന് ശേഷം എല്ലാവരും ഗോൾഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് അവർ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗോൾഡെല്ലാം. അങ്ങനെ തൊട്ടിൽ കെടുത്തിയാണ് صلي على محمد يا ربي صلي عليه وسلم مولاه عليه وسلم. അങ്ങനെ തൊട്ടിൽ കിടത്തിയിട്ട് ബൈത്തൽ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരാളെ ഒന്നിച്ച് നിന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടാ. എല്ലാവരും ഫാമിലീസ് ഫോട്ടോസായിട്ടും എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടും കുഞ്ഞിക്ക് ഗോൾഡൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് നിന്ന് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുപോലത്തെ പരിപാടിയെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. കുഞ്ഞുമോട് തൊട്ടിൽ കെട്ടൽ ചടങ്ങ് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തതാണ്.
നമ്മുടെ കാസർഗോഡുള്ള തൊട്ടിൽ കെട്ടൽ പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറയണ്ട. പിന്നെ ഫസ്റ്റ് ബേബിയൊക്കെ ആണെങ്കിൽ അവർ വന്നിട്ടാണ് എല്ലാം സെറ്റാക്കി വെക്കൽ. അവർ വന്നിട്ട് കുളിക്കൽ, അങ്ങനെ ഉമ്മ കുളിക്കൽ, കുഞ്ഞിനെ കുളിക്കൽ, അതൊക്കെ അവർ വന്നിട്ടാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടാണ് കേട്ടോ. സെക്കൻഡ് ബേബി ആണ്ട് അതൊന്നും വലിയ ഇതാക്കിയിട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ ലിന ബേബിക്ക് ഒരു പാട്ടും കൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്കൊരു എപ്പോഴും ഒരു മെമ്മറീസ് ആയിട്ട് നിൽക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഇതുപോലത്തെ നമ്മൾ ചെയ്തതാണ്. പിന്നെ എല്ലാവരും ബൈത്ത് ചൊല്ലിയിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ആർക്ക് ഫുഡ് കിട്ടാത്ത അങ്ങനത്തെ പ്രശ്നമൊന്നും ആയിട്ടില്ല. എല്ലാവരും ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വിരുന്നിനായിട്ടുള്ള എല്ലാ ഐറ്റംസ് ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടാ. എല്ലാവരും കഴിച്ചതിന് ശേഷം ഞമ്മ കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. കുറേ 4 മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഞമ്മ ഫുഡ് കഴിക്കുമ്പോൾ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഡെസേർട്ട് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നത് നമ്മളെ ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം ആട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇട്ടിട്ട് സെർവ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്കൂപ്പ് എടുത്തിട്ട് അങ്ങനെ കുറച്ചായിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ കുറേ ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടുണ്ടായിരുന്നത് നമുക്ക് തൊട്ടിൽ കെട്ടലിൻ്റെ കെട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് എല്ലാം ഇട്ടിട്ടുള്ള മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ സെറ്റാക്കിയ കെട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കലാണ് കേട്ടോ. പിന്നെ നമ്മളത്തെ പരിപാടി വരുന്നുള്ളത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം അതും കൂടി എല്ലാവരും പിള്ളേരെ കയ്യിലെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഇട്ട് കൊടുക്കുമ്പോൾ അതും കൂടി നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം വയ്ക്കാൻ ബാക്കി ഉണ്ടായിരുന്നു. ലൈറ്റായിട്ട് വന്നവരൊക്കെ ലൈറ്റായിട്ട് തന്നെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വന്നവരൊക്കെ ഫസ്റ്റ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം
അങ്ങനെ കുട്ടികൾക്കൊക്കെ പാക്കറ്റൊക്കെ കൊടുത്തിട്ടാ ഇതുപോലത്തെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റും കേക്കും അതിലേക്ക് സ്മൂതിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കിട്ടിയവർക്കും ആരും കിട്ടാതാവുണ്ടായിട്ട് എല്ലാവർക്കും എടുത്ത് കൊടുത്തിട്ടാ. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിലായിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം ഇതുപോലത്തെ പാക്കറ്റ് കിട്ടുമ്പോൾ അവരെല്ലാം ഹാപ്പി അല്ലേ. അങ്ങനെ എല്ലാവരും കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കുട്ടീൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കരഞ്ഞ് വായു കൊടുക്കുന്നു കേട്ടോ. കാരണം ഈ ലൈറ്റിൻ്റെ ചൂടും പുറത്ത് ചൂടാക്കി ആയിട്ട് കുട്ടിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ തൊട്ടിൽകെട്ടലിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ തൊട്ടിൽകെട്ടലിൻ്റെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിയോട് കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.